പ്രകാശധാര. ഗ്ലോക്കോമ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ വീണ വിശ്വം സംസാരിക്കുന്നു. നമ്മുടെ കാഴ്ചയെ സാരമായി ബാധിച്ച് അന്ധതയിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു രോഗമാണ് ഗ്ലോക്കോമ. എല്ലാ വർഷവും മാർച്ച് 2-ാം വാരം ലോകമെമ്പാടും ഗ്ലോക്കോമ എന്ന നേത്രരോഗത്തിന്റെ അവബോധത്തിനായി ഗ്ലോക്കോമ വാരമായി ആചരിക്കുന്നു. ഈ സമയത്ത് ഈ രോഗത്തെക്കുറിച്ചുള്ള അറിവ് സാധാരണ ജനങ്ങളിലേക്കെത്തിക്കാൻ ചർച്ചകൾ, നേത്രപരിശോധനാ ക്യാമ്പുകൾ, ഡോക്ടർമാരുടെ പ്രഭാഷണങ്ങൾ എന്നിവ നടത്തുന്നു. എന്താണ് ഗ്ലോക്കോമ എന്ന് ലളിതമായി വിശദീകരിക്കാം. ഗ്ലോക്കോമ കണ്ണിന്റെ ഒപ്റ്റിക് നെർവിനെ ബാധിക്കുന്ന സാരമായ ഒരു രോഗമാണ്. ചികിത്സിക്കാതിരുന്നാൽ ഈ രോഗം കാഴ്ചയെ പൂർണ്ണമായും കവർന്നെടുത്തേക്കാം. കണ്ണിനുള്ളിലെ നാഡീപടലമായ റെറ്റിനയിൽ നിന്നുള്ള കോശങ്ങൾ ചേർന്ന് ഒപ്റ്റിക് നെർവായി മാറി തലച്ചോറിലേക്ക് എത്തുന്നു. കണ്ണുകളിൽ നിന്നുള്ള പ്രകാശതരംഗങ്ങൾ തലച്ചോറിലെ കാഴ്ചയുടെ കേന്ദ്രമായ ഓസിപിറ്റൽ കോർട്ടെക്സിൽ എത്തുന്നത് ഈ ഒപ്റ്റിക് നെർവ് വഴിയാണ്. ഗ്ലോക്കോമ എന്ന രോഗത്തിൽ ഒപ്റ്റിക് നെർവ് തകരാറിലാകാനുള്ള പ്രധാന കാരണം കണ്ണിനുള്ളിലെ മർദ്ദം ക്രമാതീതമായി കൂടുന്നതോ ഒരുപക്ഷെ കണ്ണിലെ സാധാരണ മർദ്ദം ഒപ്റ്റിക് നെർവിന് താങ്ങാനാവാത്തതോ ആണ്. കണ്ണിലെ മർദ്ദമല്ലാതെ ഗ്ലോക്കോമ വരുത്തുന്ന മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ജനിതകമായ കാരണങ്ങൾ എന്നുവെച്ചാൽ ഗ്ലോക്കോമ ഉള്ള മാതാപിതാക്കളുടെ കുട്ടികളിൽ ഗ്ലോക്കോമ വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ 2 ഇരട്ടിയാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ഗ്ലോക്കോമ ഉള്ളപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾക്ക് ഗ്ലോക്കോമ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഒരാൾക്ക് ഗ്ലോക്കോമ ഉണ്ടെന്ന് കണ്ടുപിടിക്കപ്പെടുമ്പോൾ തന്റെ രക്തബന്ധമുള്ള കുടുംബാംഗങ്ങൾ കണ്ണുകൾ പരിശോധിപ്പിച്ച് ഗ്ലോക്കോമ ഇല്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ ഗ്ലോക്കോമ വരുത്തുന്നതുമായി ബന്ധമുള്ള മറ്റൊരു ഘടകമാണ് കോർണിയൽ തിക്നെസ്. നേത്രപടലം അല്ലെങ്കിൽ കോർണിയയുടെ തിക്നെസ് അഥവാ കട്ടി അത് കുറവുള്ള വ്യക്തികളിൽ കണ്ണിലെ മർദ്ദം കൂടുതൽ ഒപ്റ്റിക് നെർവിനെ ബാധിക്കാൻ സാധ്യതയുള്ളതായി കാണുന്നു. ഇതുപോലെ തന്നെ 40 വയസ്സിന് ശേഷം ഏകദേശം 10% വ്യക്തികളിൽ സാധാരണ മർദ്ദത്തിനു മേലെ മർദ്ദമുള്ളതായി കണ്ടാലും അത് ഒപ്റ്റിക് നെർവിനെ ബാധിക്കാതെ നിൽക്കുന്നതായും കാണുന്നു. കോർണിയയുടെ തിക്നെസ് പരിശോധിപ്പിക്കാൻ പാക്കിമെട്രി എന്ന ഒരു ടെസ്റ്റാണ് സാധാരണയായി ചെയ്യുന്നത്. ഗ്ലോക്കോമ ഏതൊക്കെ തരമാണ്, എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നിങ്ങനെ പല സംശയങ്ങളും സാധാരണ ജനങ്ങൾക്കിടയിലുണ്ട്. പ്രധാനമായും 2 തരത്തിലാണ് ഗ്ലോക്കോമ കണ്ണുകളെ ബാധിക്കുന്നത്. പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ, പ്രൈമറി ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ എന്നിവയാണ് ഇവ. ഇവ രണ്ടും കണ്ണിന്റെ ഘടനയിലുള്ള അപാകതകൾ കാരണമാണ് സംഭവിക്കുന്നത്. കണ്ണിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുന്നത് അക്വസ് ഹ്യൂമർ, വിട്രിയസ് ഹ്യൂമർ എന്നീ ദ്രാവകങ്ങളാണ്. അക്വസ് ഹ്യൂമർ നമ്മുടെ കണ്ണുകൾക്കുള്ളിൽ നിരന്തരം സീലിയറി ബോഡി എന്ന ഭാഗത്തു നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് അതിന്റെ സ്വാഭാവികമായ പാതയിലൂടെ കണ്ണിന്റെ ആന്റീരിയർ ചേംബർ ആംഗിൾ എന്ന ഭാഗത്തുകൂടെ നേത്രഗോളത്തിന്റെ പുറത്തുള്ള ചില രക്തക്കുഴലുകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കണ്ണിന്റെ ഘടനയിലുള്ള അപാകതകൾ മൂലം ഈ ആംഗിൾ അടഞ്ഞുപോവുകയോ ഞെരുങ്ങിപ്പോവുകയോ ചെയ്താൽ കണ്ണിലെ മർദ്ദം ക്രമാതീതമായി കൂടിയേക്കാം. ഇതിന് 40 വയസ്സിന് ശേഷം സാധ്യത കൂടുതലാണ്. എന്തൊക്കെയാണ് ഗ്ലോക്കോമയുടെ ലക്ഷണങ്ങൾ? എങ്ങനെ നമുക്ക് അത് തിരിച്ചറിയാം? ഏറ്റവും സാധാരണമായി കാണുന്ന പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ തുടക്കത്തിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണണമെന്നില്ല. അതുകൊണ്ടുതന്നെ ഗ്ലോക്കോമ സൈലന്റ് കില്ലർ ഓഫ് വിഷൻ എന്നാണ് അറിയപ്പെടുന്നത്. വളരെ മൂർച്ഛിച്ച അവസ്ഥയിൽ കാഴ്ചയുടെ പരിധി കുറഞ്ഞു പോവുകയും ഒടുവിൽ ഒരുപക്ഷെ ട്യൂബുലാർ വിഷൻ അല്ലെങ്കിൽ ടണൽ വിഷൻ എന്ന അവസ്ഥയിൽ എത്തിപ്പെടുകയും ക്രമേണ അന്ധതയിലേക്ക് എത്തുകയും ചെയ്തേക്കാം. ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കുറവായതിനാലാണ് 40 വയസ്സിന് ശേഷം എല്ലാവരും വർഷത്തിൽ 1 തവണയെങ്കിലും ഐ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് കണ്ണുകൾ പരിശോധിപ്പിക്കണമെന്ന് പറയുന്നത്. എന്നാൽ പ്രൈമറി ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയിലാകട്ടെ വിട്ടുവിട്ടുള്ള തലവേദന, കണ്ണു ചുമപ്പ്, കാഴ്ചമങ്ങൽ എന്നീ ലക്ഷണങ്ങൾ ഉണ്ടായേക്കാം. പ്രഷർ വളരെ കൂടി കോർണിയയിൽ നീർക്കെട്ടുണ്ടായാൽ വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ വെളിച്ചം പടർന്ന പോലെയോ മഴവില്ലിന്റെ നിറങ്ങൾ പോലെയോ കാണാൻ സാധ്യതയുണ്ട്. ഇത്തരം രോഗികളിൽ കണ്ണിന്റെ ആന്റീരിയർ ചേംബർ തീരെ അടഞ്ഞുപോയാൽ കണ്ണിനുള്ളിലെ മർദ്ദം ക്രമാതീതമായി കൂടാനും സാധ്യതയുണ്ട്. രോഗി തീരെ അവശതയിലേക്ക് പോകാനും ഈ ഘട്ടത്തിൽ രോഗിക്ക് ഛർദി, തലവേദന, കാഴ്ചക്കുറവ് എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്.
ഈ അവസ്ഥയ്ക്കാണ് ആംഗിൾ ക്ലോഷർ അറ്റാക്ക് എന്ന് പറയുന്നത്. ഇത് ഒരുപക്ഷെ പെട്ടെന്നുള്ള പൂർണ്ണമായ അന്ധതയിലേക്ക് നയിച്ചേക്കാം. ചില മരുന്നുകളുടെ ഉപയോഗം ഗ്ലോക്കോമയിലേക്ക് നയിച്ചേക്കാം. അലർജി, ആസ്മ, ചൊറിച്ചിൽ എന്നീ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ ഗ്ലോക്കോമയിലേക്ക് നയിച്ചേക്കാം. കണ്ണുകളിലെ അലർജി രോഗത്തിന് ഡോക്ടറുടെ മേൽനോട്ടത്തിലല്ലാതെ ദീർഘകാലം സ്റ്റിറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. ഇത് ക്രമേണ കണ്ണിലെ മർദ്ദം കൂട്ടാനും ഗ്ലോക്കോമ വരുത്താനും സാധ്യതയുണ്ട്. ഇതുകൂടാതെ ചൊറിച്ചിലിന് ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡ് കലർന്ന സ്കിൻ ക്രീംസ്, ശ്വാസമുട്ടുള്ളവർ ഉപയോഗിക്കുന്ന ചില സ്പ്രേസ്, ഇൻഹേലേഴ്സ് എന്നിവയിലും സ്റ്റിറോയിഡ് മരുന്നുകൾ അടങ്ങിയിട്ടുണ്ട്. ജന്മനാ ഗ്ലോക്കോമ വരാൻ സാധ്യതയുള്ളവരിൽ സ്റ്റിറോയിഡ് ഉപയോഗം അതിന്റെ സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഡിപ്രഷൻ, ആൻസൈറ്റി എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ പ്രൈമറി ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ എന്ന തരം ഗ്ലോക്കോമ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഗ്ലോക്കോമ ഒരു ജീവിതശൈലി രോഗമാണോ എന്ന സംശയം പലർക്കുമുണ്ട്. ഗ്ലോക്കോമ ഒരു ജീവിതശൈലി രോഗമല്ല. കണ്ണിന്റെ ഘടനയിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാൽ സംഭവിക്കുന്ന ഒരു രോഗമാണ്. ഇത് അമിതമായി വായിക്കുന്നതുകൊണ്ടോ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ടോ മറ്റെന്തെങ്കിലും തരത്തിൽ കണ്ണുകൾക്ക് കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നതുകൊണ്ടോ ഉണ്ടാകുന്ന ഒരു രോഗമല്ല. എന്നിരുന്നാലും ജീവിതശൈലിയുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും പൊണ്ണത്തടി, രക്തക്കുറവ്, ലോ BP എന്നീ കാരണങ്ങളാൽ ചിലരിൽ നോർമൽ ടെൻഷൻ ഗ്ലോക്കോമ എന്ന തരം ഗ്ലോക്കോമ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് ഗ്ലോക്കോമയുടെ ചികിത്സാ രീതികൾ എന്നുകൂടി പറയാം. ആദ്യമായി കണ്ണുകൾ പരിശോധിച്ച ശേഷം ഗ്ലോക്കോമ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയാണ് വേണ്ടത്. ഇതിന് കണ്ണുകളുടെ സ്ലിറ്റ് ലാമ്പ് ടെസ്റ്റ്, ഒപ്റ്റിക് നെർവ് പരിശോധന, കണ്ണിന്റെ മർദ്ദം പരിശോധിക്കൽ, വിഷ്വൽ ഫീൽഡ് അഥവാ കാഴ്ചയുടെ പരിധി പരിശോധിക്കുക, പാക്കിമെട്രി, കണ്ണിന്റെ ഞരമ്പിന്റെ സ്കാൻ എന്നിവ ആവശ്യമായേക്കാം. അതിനുശേഷം ഡോക്ടർ ചിലപ്പോൾ മരുന്നുകൾ നിർദ്ദേശിച്ചേക്കും. പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ സാധാരണ തുള്ളിമരുന്നുകളാണ് ചികിത്സാരീതി. തുള്ളിമരുന്നുകളാൽ നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ ലേസർ, ഗ്ലോക്കോമ സർജറി എന്നിവ വേണ്ടി വന്നേക്കാം. പ്രൈമറി ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയിൽ ലേസറാണ് പ്രാഥമിക ചികിത്സാരീതി. ഞെരുക്കമുള്ള ആന്റീരിയർ ചേംബർ ആംഗിളിൽ നിന്നും അക്വസ് ഹ്യൂമറിന് കണ്ണിനുള്ളിലെ സ്വാഭാവികമായ പാതയിലൂടെ ഒഴുകാൻ വഴിവയ്ക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത്. ലേസർ ചികിത്സയ്ക്ക് ശേഷവും ഒരുപക്ഷെ മരുന്നുകൾ വേണ്ടി വന്നേക്കാം. അതുപോലെ ഒരുപക്ഷെ രോഗം നിയന്ത്രണാതീതമായാൽ ഓപ്പറേഷനും വേണ്ടി വന്നേക്കാം. ഗ്ലോക്കോമ എന്ന രോഗം ജീവിതകാലം മുഴുവനും ശ്രദ്ധയും ചികിത്സയും വേണ്ട ഒന്നാണ്. അശ്രദ്ധയോടെ തള്ളിക്കളഞ്ഞാൽ ഇത് കാഴ്ചയെ വീണ്ടെടുക്കാനാവാത്ത വിധം നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഗ്ലോക്കോമ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ വീണ വിശ്വം. വേനൽക്കാലത്ത് രാവിലെ 11-നും വൈകിട്ട് 3 മണിക്കും ഇടയിൽ സൂര്യരശ്മിയിലെ അൾട്രാ വയലറ്റ് കിരണങ്ങൾ ശക്തമായിരിക്കും. ഇവ ശരീരത്തിൽ പൊള്ളൽ അഥവാ സൺബേൺ ഉണ്ടാകാൻ കാരണമാകുന്നു. ചൂട് കുറഞ്ഞ നേരം നോക്കി ജോലി സമയം ക്രമീകരിക്കുക. ഡോക്ടർ എസ് അശ്വതി. ശരീരം മുഴുവൻ മൂടുന്ന തരത്തിലുള്ള കട്ടി കുറഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. സൂര്യപ്രകാശം ഏൽക്കാനിടയുള്ള ഭാഗങ്ങളിൽ സൺബ്ലോക്ക് ക്രീമുകളോ ലോഷനുകളോ പുരട്ടാവുന്നതാണ്. വെയിൽ കൊള്ളുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും ക്രീം പുരട്ടുന്നതുകൊണ്ടേ പ്രയോജനം ലഭിക്കൂ. പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പ്, കുട, കൂളിംഗ് ഗ്ലാസ് എന്നിവ ഉപയോഗിക്കുക. ദിവസവും 2 നേരം തണുത്ത വെള്ളത്തിൽ കുളിക്കുക. നെല്ലിക്ക, രാമച്ചം, നാൽപ്പാമരം തുടങ്ങിയവയിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുളിക്കുന്നതാണ് അഭികാമ്യം. പ്രകാശധാര